ഡോക്ടർ മോഹൻ വർഗീസ്, സ്ഥാപക ദിനം തൊട്ട് മുന്നോട്ട് വച്ച ആശയങ്ങളിൽ അധിഷ്ഠിതമായാണ് RSS എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ അല്പം പോലും വിട്ടുവീഴ്ച ചെയ്യാൻ അവർ തയ്യാറായിട്ടുമില്ല. ഒരുപക്ഷെ അവരെ പ്രസക്തമാക്കുന്നതും അത്തരം കാര്യങ്ങൾ തന്നെയാണോ? കാരണം ഇതര രാഷ്ട്രീയ പാർട്ടികളൊക്കെ പലപ്പോഴും അധികാരത്തിനായി വടംവലി നടത്തുകയും അല്ലെങ്കിൽ പ്രീണന സ്വഭാവമൊക്കെ കാണിക്കുമ്പോഴും കൃത്യമായ ഒരു ആശയം അതിലധിഷ്ഠിതമായി തന്നെ മുന്നോട്ട് പോകുന്ന പ്രവണത, ഇതൊക്കെയാണോ RSSനെ വേറിട്ട് നിർത്തുന്നത്? രോഹിണി, രാഷ്ട്രീയ സ്വയം സേവക് സംഘിനെ വേറിട്ട് നിർത്തുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിലൊന്ന് രോഹിണി ഇപ്പോൾ സൂചിപ്പിച്ച ഒരു ഘടകമാണ് വിട്ടുവീഴ്ചയില്ലാത്ത ഒരു സമീപനം. ആദ്യം മുതൽ തന്നെ 1925 നാഗ്പൂരിൽ രൂപീകരിക്കപ്പെട്ട ഇന്നും 99 വർഷം കഴിഞ്ഞ് 100-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സമയത്തും ആദർശങ്ങളിൽ കടുകിട വിട്ടുവീഴ്ച ചെയ്യാത്ത ഡിസിപ്ലിൻഡായ ഒരു പ്രവർത്തനം. തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ RSSൻ്റെ ആദർശ ശുദ്ധിയെ നമുക്ക് ചോദ്യം ചെയ്യാനാവില്ല. പക്ഷെ പലപ്പോഴും ഈ പ്രവർത്തന രീതിയെക്കുറിച്ചും വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നതുമുണ്ട്. ഇവിടെ ഒരു പരിവർത്തനത്തെക്കുറിച്ച് RSS സംസാരിക്കുകയാണ്. ഈ 100-ാം വർഷത്തിൽ ഒരു ഒക്ടോബർ മാസം വിജയദശമി ദിനത്തിൽ 100-ാം വയസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു പരിവർത്തനം വേണം. അത് എല്ലാ തലത്തിലും ഒരു പരിവർത്തനം വേണം. പഞ്ചപരിവർത്തൻ ഈ രീതിയിൽ 5 വിവിധ മേഖലകൾ ഐഡൻറ്റിഫൈ ചെയ്ത് സദാനന്ദൻ മാസ്റ്റർ അത് വളരെ കൃത്യമായിട്ട് പറയുകയും ചെയ്തു. 5 വിവിധ മേഖലകളിൽ ഈ 5 മേഖലകളിൽ പരിവർത്തനം വരുമ്പോൾ അതൊന്ന് ഈ ഭവന തലത്തിലുള്ള പരിവർത്തനമാണ്. അപ്പോൾ ഭവനത്തിലേക്ക് ഇറങ്ങുകയും ആദർശങ്ങൾ, RSSൻ്റെ ആശയങ്ങൾ വീടുകളിൽ ചെറിയ ചെറിയ കുടുംബ സദസ്സുകളിൽ പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന പദ്ധതിയാണ്. അതുപോലെ സൊസൈറ്റിയുടെ ലാർജർ ലെവൽ, ജാതിക്കും മതത്തിനും അതീതമായ ഘടനകൾ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ പ്രത്യേകിച്ച് മതപരമായ വേർതിരിവുകൾ ഒഴിവാക്കി മുന്നോട്ട് പോകാനുള്ള ഘടനകൾ, അത് ശാന്തമായൊരു സാമൂഹ്യ ജീവിതത്തിന് ആവശ്യം തന്നെയാണ്. മൂന്നാമത് സ്വദേശിയെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. അതായത് സ്വദേശി എന്ന് പറയുന്നത് ഗാന്ധിയൻ ആശയം കൂടിയാണ്. മഹാത്മാഗാന്ധി പറഞ്ഞതുകൊണ്ട് മറ്റാരുടെയും ആശയമല്ല എന്നതിനർത്ഥമില്ല. അത് സെൽഫ് റിലയൻസ് ആവശ്യം തന്നെയാണ്. അത് 21-ാം നൂറ്റാണ്ടിൽ ഈ ഫോറിൻ ഡംപിങ് അല്ലെങ്കിൽ പരാശ്രയത്വം പരമാവധി ഉപേക്ഷിച്ച് സ്വാശ്രയമായി മുന്നോട്ട് പോകണം എന്ന ആശയം. എൻവയോൺമെൻറ്റൽ കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുന്നു. പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നശിപ്പിക്കാതെ മുന്നോട്ട് പോകണം, എങ്കിൽ മാത്രമേ സുസ്ഥിര വികസനം സാധ്യമാവൂ. അതുപോലെ തന്നെ ഈ പൗരബോധം പരമാവധി വളർത്തണം. കാരണം എന്തിന് നമ്മളൊരു വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഉൾപ്പെടെ വാട്ട് ആർ വി ഡൂയിങ്, എന്തിനു വേണ്ടിയാണ് സമ്മതിദാന അവകാശം പ്രയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാകണം എന്നൊക്കെ പറയുമ്പോൾ ഒരു വികസിത ഭാരതത്തിലേക്കുള്ള കാൽവയ്പ്പുകളിൽ അത്യാവശ്യമായ കാര്യമാണ്. അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ നാനാവിധമായ പരിവർത്തനത്തിന് പര്യായമായ ഒരു പദ്ധതി, കർമ്മ പദ്ധതി മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിൽ പ്രകടമായി അപകടങ്ങളൊന്നും കാണേണ്ടതില്ല. പക്ഷേ ഇനി രോഹിണി ചോദിച്ച ചോദ്യത്തിലേക്ക് വരുന്നു, ഇത് ഏത് രൂപത്തിലാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഇവിടെ ഡോക്ടർ ജി വി ഹരി സൂചിപ്പിച്ച ഒരു ഇൻക്ലൂസീവ് കൾച്ചറുണ്ട്. അത് ഭാരതത്തിലെ പ്രമുഖ രാഷ്ട്രീയ കക്ഷികൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇൻക്ലൂസീവ്, എക്സ്ക്ലൂസീവ് അല്ല, ഇൻക്ലൂസീവാണ്. വൈവിധ്യങ്ങളുടെ കലവറയായ ഭാരതത്തിന് ഒരു സ്ട്രെയിറ്റ് ജാക്കറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഏകശില രൂപം അത് ഒരിക്കലും പ്രായോഗികമല്ല. കാരണം ആ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന, എന്നാൽ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നു എന്ന പേരിൽ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ അല്ലെങ്കിൽ ഭൂരിപക്ഷ വിഭാഗത്തെ പ്രീണിപ്പിക്കുന്ന രീതിയിൽ, ഭരണഘടന അനുശാസിക്കാത്ത രീതിയിൽ നിയമനിർമ്മാണം ഉണ്ടാക്കുകയും സംവരണം പോലെയുള്ള വ്യവസ്ഥകൾ ഉണ്ടാവുകയും ചെയ്താൽ തീർച്ചയായും അത് ഭരണഘടനാ സ്പിരിറ്റിന് അനുകൂലമല്ല. ഇവിടെ കർണാടകത്തിൻ്റെ കാര്യം പറഞ്ഞു. കർണാടകത്തിൽ വർക്ക് ഫോഴ്സ് ആണ്. അതിനകത്ത് ഒരു കോൺട്രാക്ടേഴ്സ് അല്ലേ, ഗവൺമെൻറ് കോൺട്രാക്റ്റുകൾ ലഭിക്കാനുള്ള അർഹത നിജപ്പെടുത്തിയ ബജറ്റ് നിർദ്ദേശങ്ങളിൽ കാണുന്ന ഒരു 4% സംവരണം. അത് മതം എന്ന് കൃത്യമായി പറയുന്നില്ല. അത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, മൈനോറിറ്റീസ് എന്ന് പറയുമ്പോൾ മൈനോറിറ്റീസിന് ഒരു വിശാലമായ അർത്ഥത്തിലാണ് മൈനോറിറ്റീസിനെ കാണേണ്ടത്. അത് മതപരമായ മൈനോറിറ്റി ആകാം, പ്രാദേശിക മൈനോറിറ്റീസ് ആകാം, പല രീതിയിൽ അതിനെ കാണാം. അതിൽ കൂടുതൽ വിശകലനം ഉണ്ടെങ്കിൽ മാത്രമേ അതെന്താണ് ഉദ്ദേശം എന്ന് പറയും. പക്ഷേ എന്തു പറഞ്ഞാലും വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി അല്ലെങ്കിൽ രാഷ്ട്രീയ ലാഭനഷ്ടങ്ങൾ ലക്ഷ്യമാക്കി ഭരണഘടനയുടെ അന്തഃസത്തയ്ക്ക് വിരുദ്ധമായ സംവരണമാകട്ടെ മറ്റെന്തെങ്കിലും നീക്കങ്ങളാകട്ടെ, അത് തീർച്ചയായും രാഷ്ട്രീയ സ്വയം സേവക് സംഘിൻ്റെ നിഘണ്ടുവിലുള്ള ഒരു കാര്യമല്ല. പക്ഷേ ഇവിടെ ഒരു വിഷയം വരുന്നത്, RSSനെ നമ്മൾ എങ്ങനെയാണ് ഭാരതത്തിലെ നിഷ്പക്ഷരായ സാധാരണക്കാരായ ആളുകൾ കാണുന്നത്? ഒരു സാമൂഹ്യ പരിവർത്തനത്തിനുള്ള ഒരു വെഹിക്കിൾ എന്ന നിലയിലാണോ, അതോ ഒരു ആത്യന്തികമായി ഒരു ഹിന്ദു രാഷ്ട്ര സ്ഥാപനത്തിലേക്കുള്ള ഒരു ഘടനാപരമായ സംവിധാനം അതിനുവേണ്ടി മനസ്സുകളെ ഒരുക്കുന്നു? അപ്പം വിശാല ഹിന്ദുത്വ എന്ന ഒരു സങ്കല്പത്തിലേക്ക് മനസ്സുകളെ ഒരുക്കുന്ന
ഒരു സമിതിയായി ആണോ കാണുന്നത്? അങ്ങനെയെങ്കിൽ വൈവിധ്യങ്ങളെ എങ്ങനെ സ്വാംശീകരിക്കാം? ഇതൊരു വലിയ ഡിബേറ്റബിൾ പോയിൻ്റാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും RSSൻ്റെ ഒരു 100ാം വാർഷികം ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ആചരിക്കുന്ന ഈ വേളയിൽ ഒരുപാട് പുരികങ്ങൾ പലയിടങ്ങളിലും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉയരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതിനുള്ള വിശകലനം വ്യക്തമായി ഈ ഒരു വർഷം തീർച്ചയായിട്ടും RSSന് കൃത്യമായി നിർണായകമായ ഒരു വർഷമാണ്. കാരണം എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്കോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ കക്ഷികൾക്കോ ഏതെങ്കിലും വിഭാഗത്തിന് ആശങ്കകൾ ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കേണ്ട ഒരു വർഷമാണ്. അതാണ് വിട്ടുവീഴ്ചയുടെ, സമഭാവനയുടെ, ഉൾക്കൊള്ളലിൻ്റെ, പാരസ്പര്യത്തിൻ്റെ ഒരു വർഷമായി 2025 വർഷം അല്ലെങ്കിൽ 25 ഒക്ടോബറിൽ തുടങ്ങി 2026 ഒക്ടോബറിൽ അവസാനിക്കേണ്ട, വിജയദശമി ദിനത്തിൽ അവസാനിക്കേണ്ട ആ ഒരു വർഷം ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ക്ലാരിറ്റിയാണ്. ഗ്രേറ്റർ ക്ലാരിറ്റി ആൻഡ് അലിവിയേഷൻ ഓഫ് ഫിയേഴ്സ്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും വികസിത ഭാരതത്തിനായി ഒരുമിച്ച്, അതായത് രാഷ്ട്രീയ ഭേദമന്യേ അല്ലെങ്കിൽ പ്രത്യേകിച്ച് സാംസ്കാരിക ദേശീയതയുടെ കുറച്ചുകൂടെ ക്ലാരിറ്റിയുള്ള ഒരു വിശകലനം, അതിലൂടെ രാജ്യത്തിന് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാം. സാംസ്കാരിക ഒരു നറേറ്റീവ് വരുന്നത് തീർച്ചയായും ആവശ്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സാംസ്കാരിക ഒരു സിവിലൈസേഷൻ എന്ന നിലയിൽ നമുക്കൊരു രാജ്യമായി മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എങ്കിൽ എങ്ങനെയാണ് 21ാം നൂറ്റാണ്ടിൽ സമ്മർദ്ദങ്ങൾ നേരിടാൻ കഴിയുക? നമ്മുടെ അഭിമാന ബോധത്തിന്, നമ്മുടെ ദേശീയതയ്ക്ക് ഒരു സിവിലൈസേഷണൽ, ഭാരതീയനാണ് എന്ന ഒരു സിവിലൈസേഷണൽ കളർ ഉണ്ടാകണം. അത് ഒരൊറ്റ ഒരു മതത്തിൻ്റെ, ഒരൊറ്റ ജാതിയുടെ, ഒരൊറ്റ ഭാഷയുടെ അടിസ്ഥാനത്തിലാകരുത്. പ്ലൂറാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകേണ്ട ആ ഒരു ദേശീയത, അതിൽ നിന്നുണ്ടാകേണ്ട സിവിലൈസേഷൻ, ആ സിവിലൈസേഷനിലേക്ക് എല്ലാ വിഭാഗങ്ങളെയും ഒരുമിപ്പിക്കുന്ന ദൗത്യം RSS ഏറ്റെടുക്കുന്നു എങ്കിൽ തീർച്ചയായും അത് ശുഭോദർക്കമായ കാര്യമാണ് രോഹിണി.